മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ മകളുടെ ചില പ്രത്യേക കലാപരിപാടികൾ കാരണം വെട്ടിലായിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം. വീണ വിജയനെതിരായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ CMRL-ൽ നിന്ന് 2.70 കോടി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. പ്രതികൾക്കെതിരെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, CMRL MD ശശിധരൻ കർത്ത, CMRL CGM P സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത്. CMRL, എംപവർ ഇന്ത്യ എന്നീ കമ്പനികളിൽ നിന്നാണ് വീണയും എക്സാലോജിക് കമ്പനിയും പണം കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് SFIO വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വിചാരണ ചെയ്യപ്പെടുന്നുവെന്ന അപൂർവത തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ആസന്നമായിരിക്കെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രചരണ ആയുധമാക്കി മാറ്റുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽസ് കമ്പനി CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് നൽകാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയെന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തുന്നത്. 2017-2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. വീണയ്ക്കല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കമ്പനി പണം നൽകിയതെന്ന ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് 2023 ഓഗസ്റ്റ് 8-ന് CMRL-ൽ നിന്ന് 3 വർഷത്തിനിടെ 1.72 കോടി രൂപ ലഭിച്ചെന്നും ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്നും ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു. തുടർന്ന് ഈ വിഷയത്തിൽ CMRL-നോട് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 1.72 കോടിക്ക് പുറമെ വീണയുടെ കമ്പനിക്ക് വേറെയും തുക ലഭിച്ചതായി മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചതോടെ രാഷ്ട്രീയ യുദ്ധത്തിന് കളമൊരുങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വിവിധ കക്ഷികളിലെ നേതാക്കൾക്ക് CMRL പണം നൽകിയെന്ന ആരോപണവും ഉയർന്നു. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവർ ഉൾപ്പെടെ 12 പേർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 26-ന് ഹർജി തള്ളുകയും ചെയ്തു. മാത്യു കുഴൽനാടൻ MLA ഒക്ടോബറിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകി. വീണയുടെ കമ്പനിയായ എക്സാലോജിക് കരിമണൽ കമ്പനിയായ CMRL-ൽ നിന്നും വാങ്ങിയ 1.72 കോടി രൂപയുടെ പ്രതിഫലത്തിന് GST അടച്ചതായി സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരണവും അറിയിച്ചു. 2024 ജനുവരിയിലാണ് എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത്. CMRL-ഉം എക്സാലോജിക് കമ്പനിയും തമ്മിൽ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതായത് ROC റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പണമിടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും അന്വേഷിക്കേണ്ട കുറ്റകൃത്യമാണെന്നും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ ബംഗളൂരു ROC വ്യക്തമാക്കിയതാണ്. എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള വിവാദ ഇടപാടുകളിൽ KSIDC നേരിട്ട് കക്ഷിയാണെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു. CMRL-ൽ 13.4% ഓഹരി പങ്കാളിത്തമുള്ള KSIDC-ക്ക് തീർച്ചയായും CMRL-ന്റെ ഇടപാടുകളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കമ്പനികൾ കോടതി കയറിയതോടെ നിയമയുദ്ധത്തിനും തുടക്കം കുറിച്ചു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ KSIDC 25 ലക്ഷം രൂപ ചെലവിട്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥനെ ഹൈക്കോടതിയിലേക്ക് എത്തിച്ചു. 2024 ജനുവരി 31-നാണ് വീണയുടെ കമ്പനിയുടെ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. ഫെബ്രുവരിയിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി തള്ളുകയാണുണ്ടായത്. കരിമണൽ കമ്പനിയായ CMRL കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് 8 സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് SFIO-യ്ക്ക് കൈമാറി. ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നായിരുന്നു ആരോപണം.
തുടർന്ന് എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും SFIO 2024 മാർച്ചിൽ നോട്ടീസ് അയച്ചിരുന്നു. എക്സാലോജിക്കും CMRL അടക്കമുള്ള 12 സ്ഥാപനങ്ങളും ഇതിനിടെ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങുകയുണ്ടായി. KSIDCക്കും ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ CMRL അനധികൃത പണമിടപാട് നടത്തുന്നത് പൊതുഖജനാവിൽ നിന്ന് പണം കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. SFIO അന്വേഷണം തടയണമെന്ന ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ എക്സാലോജിക് ഡൽഹി കോടതിയിൽ ഹർജി സമർപ്പിക്കുകയാണുണ്ടായത്. കേസിൽ വാദം പൂർത്തിയാക്കി വിധി പറയാനിരിക്കെ ജഡ്ജി സ്ഥലം മാറിപ്പോയതോടെ വീണ്ടും വാദം കേൾക്കേണ്ട നിലയാണുണ്ടായത്. അതേസമയം തുടർ നടപടി റദ്ദാക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കാതെ വന്നതോടെയാണ് SFIO അതിവേഗത്തിൽ നീങ്ങിയത്.